ട്രിവാൻഡ്രത്തെ തന്നെ നമ്പർ 1 ഇവൻറ്റ് ടീമായ ഹാപ്പി വെഡ്ഡിങ്സ് ഒരുക്കുന്ന ഒരു വെഡ്ഡിങ് വെന്യൂലാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. സോ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു മുസ്ലിം വെഡ്ഡിങ് ആണ്. വെഡിങ്സ് തീർച്ചയായിട്ടും നമുക്ക് സ്റ്റേജ് കാണാൻ നമ്മൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരിക്കും. സോ നമുക്ക് മേളിൽ ഇവർ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്, അതുപോലെ തന്നെ സ്റ്റേജ് ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള പിങ്ക് ആൻഡ് പീച്ച് തീമിൽ ഒരുക്കിയിട്ടുള്ള സ്റ്റേജും എല്ലാം നമുക്ക് കാണാം. നമ്മുടെ ഗസ്റ്റ് എല്ലാം എൻട്രി ആയി വരുന്നത് ഈ ഒരു വഴിക്കൂടെയാണ്. സോ നമ്മുടെ സ്റ്റേജിൻ്റെ തീമിൽ തന്നെ പിങ്ക് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡിൽ ഫ്രഷ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഗസ്റ്റിന് വെൽക്കം ചെയ്യുന്നത്. ദിസ് ഈസ് ആർ മെയിൻ എൻട്രൻസ്. നമ്മൾ ഈ വഴിയാണ് സ്റ്റേജിലോട്ട് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വളരെ എലഗൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് പിങ്ക് ആൻഡ് പീച്ച് തീമിൽ ഒരുക്കിയിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേജ്. സോ ഈ വഴിയായിരിക്കും നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം എൻട്രി ചെയ്യുന്നത്. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റേജിലോട്ട് എൻട്രി ചെയ്യുന്നത്. നാദിയ ആൻഡ് അബ്ദുൽ ഖാദറിൻ്റെ നിക്കാഹിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കോർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആസ് യു കൻ ഓൾ സീ ഒരു മിൽക്കി വൈറ്റ് തീമിലാണ് ഫ്ലോർ മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന് കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഒരു പിങ്ക് ആൻഡ് പീച്ച് തീമിലുള്ള ഫ്ലവേഴ്സും ഒക്കെ നമ്മൾ സീലിംഗ് ഡെക്കോറായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇഷ്ടംപോലെ ഷാൻഡിയേഴ്സ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്ക് കൊടുക്കാനായി. ആൻഡ് അതിൻ്റെ ഇടയിൽ വൈറ്റ് കളർ നമ്മുടെ ഫ്ലോറിന് മാച്ചിങ് ആയിട്ട് തന്നെ വൈറ്റ് കളറിലുള്ള വിസ്റ്റീരിയാസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് സ്റ്റേജിൽ നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കോർ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇന്ന് ഈ ഒരു വെഡ്ഡിങ് നമുക്കിവിടെ നടക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കവടിയാറിലുള്ള ഉദയ് പാലസ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഒരു വെഡ്ഡിങ് നടക്കുന്നത്. ആൻഡ് ആസ് ഐ മെൻഷൻ ബിഫോർ, ട്രിവാൻഡ്രത്ത് തന്നെ നമ്പർ 1 ഇവൻറ്റ് ടീം ആയിട്ടുള്ള ഹാപ്പി വെഡ്ഡിങ്സ് ആണ് നമ്മൾക്കിന്ന് ഈ ഇവൻറ്റ് ചെയ്യുന്നത്. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡെക്കറേഷൻ്റെ പിന്നിലുള്ള ആൾക്കാരെയും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു യു ദ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻ. ഹാപ്പി വെഡ്ഡിങ്സിൻ്റെ CEO ആയ മിസ്റ്റർ സ്വരൂപ് ആൻഡ് ജഹാനനെയാണ് ഞാൻ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ഇവർ ഫൈനലൈസ് ചെയ്തത് എന്ന്. സോ ഹായ്. സോ എന്തായിരുന്നു നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഒക്കെ എന്തായിരുന്നു ശരിക്കും? അവരുടെ കോസ്റ്റ്യൂമിന് മാച്ചായിട്ട് പിങ്ക് പീച്ച് തീം അവർ ആൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത് തന്നെ വേണം എന്നൊരു നിർബന്ധം ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഓവറോൾ എല്ലായിടത്തും ആ ഒരു പിങ്ക് പീച്ചിൻ്റെ എലമെൻറ്റ് വേണം എന്നൊരു മസ്റ്റായിട്ട് അവർ ആദ്യം മുതലേ, പ്രത്യേകിച്ച് ബ്രൈഡ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് ആദ്യമേ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമുക്ക് അതനുസരിച്ചിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. നമ്മുടെ ടേസ്റ്റ് ഇതിലുണ്ട്. ഓക്കെ, അവരുടെ കസ്റ്റമറുടെ ടേസ്റ്റ് മാത്രമല്ല നമ്മുടെയും കൂടെ ഐഡിയാസും കൂടി. സോ കസ്റ്റമറിൻ്റെ ഒരു ഇഷ്ടം നോക്കി നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ് നിങ്ങൾ ഈ ഒരു ഔട്ട്കം കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും കുറേ മാസത്തെ നിങ്ങളുടെ പ്ലാനിങ് ബ്രെയിൻ സ്ട്രോമിങ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. സോ എത്ര നാളത്തെ എത്ര ആൾക്കാരുടെ ഒരു 1 year ആയി ഈ ബുക്കിംഗ് വന്നിട്ട്. അപ്പോൾ അതുപോലെ ത്രൂ ഔട്ട് നമ്മൾ കോൺവെർസേഷൻ എല്ലാം കഴിഞ്ഞത്. അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പം എക്സിക്യൂട്ട് ആയി എന്നുള്ളതാണ്. നമ്മുടെ പുറകിലൊരു വലിയൊരു ബാക്ക് ബോൺ കുറേ ഒരു ടീമാണ്. സോ അവരുടെ ടീമിനും തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡെക്കറേഷൻ കാണുമ്പോൾ തന്നെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇവർക്ക് വൺസ് അഗെയിൻ ഒരു കൺഗ്രാജുലേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.